അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. സർവസ്തുതിഗീതങ്ങളും അനുഗ്രഹങ്ങളും പ്രപഞ്ചനാഥനായ അല്ലാഹുവേ നിനക്കുള്ളതാണ്. നിനക്കാരും പങ്കുകാരില്ല. നീ ഏകനാണ്. നീ ഏകനായിരുന്നു കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നത് നാഥ. അതുകൊണ്ട് നീ എന്നെ അനുഗ്രഹിച്ചാലും. അങ്ങനെ നാം കഅബയെ വലയം വെക്കുന്നു. അങ്ങനെ വലയം വെക്കുമ്പോൾ ലോകത്തിലുള്ള സർവ മനുഷ്യകുലങ്ങളുടെയും പ്രതിനിധികളായി മുസ്ലിം സമൂഹം കഅബാലയത്തിൽ എത്തുകയും അവിടെ ഈ കഅബയെ വലയം വെക്കുമ്പോൾ അവിടെ രാജാവില്ല, പ്രജയില്ല, അവിടെ പാമരനില്ല, സമ്പന്നനില്ല, ദരിദ്രനില്ല, യതീമില്ല. അങ്ങനെ വൈവിധ്യങ്ങളില്ലാതെ എല്ലാ അള്ളാഹുവിൻ്റെ അടിമകളും ഒന്നാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് ആർക്കും തന്നെ മുൻതൂക്കമോ പിന്തൂക്കമോ ഇല്ലാതെ ഏകനായ സൃഷ്ടാവിൻ്റെ അടിമകളെല്ലാം ഒന്നാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് ആ കഅബാലയത്തെ നാം വലയം വെക്കുമ്പോൾ അവിടെ ഏറ്റവും നമുക്ക് സ്മരിക്കപ്പെടേണ്ടതും ആ സ്മരണയുടെ ഏറ്റവും അർഹനായ വ്യക്തി ഇബ്രാഹിം നബിയും കുടുംബവുമാണ്. അതുകൂടെയാണ് നാം ആ സ്മരണകൾ അയവിറക്കിക്കൊണ്ടുവേണം ഈ കഅബാലയത്തിലെ ഹജ്ജ് എന്ന കർമ്മത്തെ നാം സ്മരിക്കപ്പെടുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലും ശരീരത്തിലും അതിൻ്റെ ഘടകമുണ്ടാവണം. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. പ്രവാചകന്മാരുടെ നേതാവാണ് ഇബ്രാഹിം അഥവാ ഇബ്രാഹിം നബി. അതിനുള്ള കാരണം പ്രവാചകന്മാർക്ക് പരീക്ഷണങ്ങൾ നൽകി ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഏറ്റവും ത്യാഗം നേരിട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി. അതുകൊണ്ട് തന്നെയാണ് സുൽത്താനുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന സ്ഥാനപ്പേരിന് അള്ളാഹുവിൻ്റെ ഇബ്രാഹിം നബി എന്ന പ്രവാചകൻ അർഹനായത്. അതായത് സുൽത്താനുൽ അംബിയ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ചക്രവർത്തി. ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഏറ്റവും കൂട്ടുകാരനായി അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന വിശേഷണത്തിന് അർഹനായ വ്യക്തി. ആ ഒരു ത്യാഗം, അതുപോലെ തന്നെ ഇസ്മായിൽ നബിയും ഹാജറ ബീവിയും ഇബ്രാഹിം നബിയും യാത്രാമധ്യേ സഫാ മർവ കുന്നുകൾക്കിടയിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം, കൽപ്പന പ്രകാരം ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും തനിച്ചാക്കി ഇബ്രാഹിം നബി യാത്ര പോയി. ആ യാത്രാവേളയിൽ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത മണലാരുണ്യത്തിൽ പിഞ്ചുബാലനായ ഇസ്മായിൽ നബിക്ക് വെള്ളത്തിന് ദാഹിക്കുകയും ആ കുട്ടിയെ കിടത്തി ഹാജറ ബീവി എന്ന ആ അമ്മ അല്ലെങ്കിൽ ഉമ്മ
അങ്ങോട്ടും ഇങ്ങോട്ടും സഫ മർവ കുന്നുകൾക്കിടയിൽ വെള്ളത്തിന് വേണ്ടി ഓടി. അങ്ങനെ ഈ പിഞ്ചുബാലൻ കാലിട്ടടിച്ച ഭാഗത്ത് അള്ളാഹുവിൻ്റെ അത്ഭുതപ്രകാരം മണലാരുണ്യത്തിൽ സാധാരണ കുടിവെള്ളം ഉറവെടുത്തു. ആ ഉറവ നിൽക്കാൻ വേണ്ടി ഹാജറ ബീവി സംസം എന്ന പദമാണ് അന്ന് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ആ ഉറവക്ക് സംസം എന്ന പേരുണ്ടായത്. അതുപോലെ തന്നെ കഅബയെ പുനർനിർമ്മിച്ചത് ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയുമാണ്. അതുപോലെ തന്നെ വയോവൃദ്ധരായ ഇബ്രാഹിം നബിക്കും ഹാജറ ബീവിക്കും ഒരു പൊന്നോമന പുത്രനുണ്ടായി. ആ പുത്രൻ്റെ പേരാണ് ഇസ്മായിൽ നബി. ആ പുത്രനെ ബലികെടുക്കാൻ വേണ്ടി മിനായിലൂടെ നടന്നു പോകുമ്പോൾ പിശാച് പല പ്രാവശ്യം പിന്തിരിപ്പിക്കുകയും അതിനൊന്നും പ്രേരണയ്ക്ക് ഇടം നൽകാതെ ആ കർത്തവ്യത്തിന് വേണ്ടി ആ ത്യാഗം സഹിച്ചുകൊണ്ട് പ്രവാചകനായ ഇബ്രാഹിം നബി അതിനു വേണ്ടി ശ്രമിക്കുക തന്നെയുണ്ടായി. ആ ശ്രമത്തെ അള്ളാഹു തടഞ്ഞുകൊണ്ട് അവിടെ ഒരു ആടിനെ കൊടുക്കുകയും ആ ആടിനെ ബലി കൊടുക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മക്കാണ് ബലി പെരുന്നാൾ എന്ന പേരും അതുത്തിൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ സ്മരണയിലാണ് ഉളുഹിയത്ത് എന്ന മൃഗബലിയുടെ ഭാഗമായി നാം ഇന്നു കാണുന്ന ഉളുഹിയത്ത് സമ്പ്രദായം ലോകാവസാനം വരെ നിലനിൽക്കാനുള്ള കാരണം. ഇതെല്ലാം ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും പേരിൽ അള്ളാഹു നൽകപ്പെട്ടതാണ്. അതുപോലെ അത്തഹിയാത്തിൽ നമ്മെക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ നാഥ എന്ന്. അതുപോലെ തന്നെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലിട്ടപ്പോൾ അത്തരം വലിയ ത്യാഗങ്ങൾ സഹിച്ച് പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതമായ ത്യാഗം സഹിച്ച വ്യക്തി എന്ന നിലക്കാണ് ഇബ്രാഹിം നബിക്ക് ഈ വിശേഷണം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ മുഹമ്മദ് നബിയിലൂടെ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ സ്മരണ പുതുക്കിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഹജ്ജ് എന്ന കർമ്മം. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നാം കഅബാലയം വലയം വെക്കുമ്പോൾ ഭൂമിയുടെ സെൻറ്ററാണ് ഈ കഅബ. ആ സെൻറ്ററിൽ വലിയ കാന്തിക ശക്തി, മാഗ്നറ്റിക് പവറിലാണ് അള്ളാഹു പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതിശക്തമായ കാന്തിക ശക്തി നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുളിർമയും ആരോഗ്യത്തിന് വലിയ ഗുണവും ചെയ്യുമ്പോൾ നാളെ ആത്മീയതയ്ക്ക് വേണ്ടി അവിടെയും അള്ളാഹു പ്രതിഫലം നൽകപ്പെടും. ഇങ്ങനെ ശൂന്യാകാശത്തിരുന്ന് അള്ളാഹു ഇതെല്ലാം നോക്കിക്കാണുന്നതിൻ്റെ ഫലമായാണ് സ്ത്രീകളോട് നിങ്ങൾ മുഖം മറക്കരുത് എന്ന് പറയാനുള്ള പ്രത്യേക കാരണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ പൂർണ്ണമായ ഹജ്ജ് നിർവഹിക്കാനുള്ള എല്ലാവിധ ശാരീരിക മാനസിക ശേഷിയും അള്ളാഹു മുസ്ലിം സമൂഹത്തിന്, പ്രത്യേകിച്ച് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാൻ പോകുന്നവർക്ക് നൽകുമാറാവട്ടെ. മക്ബൂലുമായ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅ്വാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുമാറാവട്ടെ.